ഹലോ. അങ്ങനെ എൻ്റെ പല്ലെടുത്ത് എൻ്റെ ആ സ്റ്റിച്ചൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ വിഴുങ്ങി ഇറക്കിയെന്ന് തോന്നുന്നു. അങ്ങനെ ഇന്ന് നല്ല അടിപൊളി പഴങ്കഞ്ഞിയാണ്. അതിൻ്റെ കൂടെ നല്ല ചൂര കറി വെച്ചതും ചക്ക അവിയൽ വെച്ചതും ഒന്ന് ഞാൻ പുഴുങ്ങിയതും പിന്നെ അച്ചാറ്, പാവയ്ക്ക ഫ്രൈ, മീൻ വറുത്തത്, പിന്നെ കഞ്ഞിക്കകത്ത് തന്നെ കട്ട തൈരും പിന്നെ കുറച്ച് മുളകും ഇഞ്ചിയും ഉള്ളിയും പിന്നെന്താ കറിവേപ്പിലയൊക്കെ കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ചാണ്. അതിൻ്റെ അകത്തോട്ട് ആ ചക്ക അവിയൽ ഈ യെല്ലോ കളറിൽ ഉള്ളത് ഞാൻ ഉണ്ടാക്കിയത്, ഒരു ഓറഞ്ച് ഷേപ്പിലുള്ള അമ്മ ഉണ്ടാക്കിയതാണ്. അമ്മ ഇവിടെ ട്രിവാൻഡ്രം സ്റ്റൈലിൽ ചക്ക അവിയൽ എന്നാണ് ഇതിനെ പറയുന്നത്. നല്ല ഇത്തിരി ലൂസായിട്ട് അങ്ങനെ ഉടച്ചങ്ങനെ ചേർക്കില്ല. ഞാൻ ആലപ്പുഴ സ്റ്റൈൽ നല്ല മൊത്തത്തിൽ ഒരുവിധപ്പെട്ട എല്ലായിടും ഇതുപോലെ തന്നെ ആയിരിക്കും. ചക്ക നന്നായിട്ട് വേവിച്ചുടച്ചത്, അതിൻ്റെ അകത്തോട്ട് മീനും അച്ചാറും മീൻ വറുത്തതും പാവയ്ക്ക ഫ്രൈ ചെയ്ത് എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിക്കുറച്ചൊരു പിടി പിടിച്ചതിൻ്റെ പൊന്നേ, നാക്കിലെ മുകളങ്ങൾ രാസമുകളല്ല, എന്താണ് ടേസ്റ്റ് ബഡ്സ് അങ്ങനെ അതെ രണ്ട് സെയിമാന്ന് തോന്നുന്നു. അപ്പോൾ സാധനങ്ങളെല്ലാം പുറത്തു വന്നു. പക്ഷെ ഒരൊറ്റ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് മീനിൻ്റെ മത്തിയല്ലേ, അതിൻ്റെ ഒരു മുള്ളുണ്ടായിരുന്നു. പിന്നെ ആ പല്ലെടുത്തതിൻ്റെ ഭാഗത്തൊക്കെ ഓരോന്നൊക്കെ കയറി അടഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഇത് പാവയ്ക്ക ഫ്രൈ വെറുതെ കാണിക്കുന്നതല്ല, നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. കയ്പൊന്നും അറിയത്തേയില്ല. പാവയ്ക്ക ഫ്രൈ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അത് ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാനത് ഇനി ചെയ്യാം കേട്ടോ. പിന്നെ ആ താഴെ വെച്ച് അങ്ങോട്ട് തിന്നിട്ട് ശരിയാവുന്നില്ല, എന്നെ അങ്ങോട്ട് എടുത്ത് കയ്യിൽ വെച്ച് നല്ല കുഴച്ച് കഴിച്ച്. നല്ല എരിയുണ്ട്, മീൻകറിയുടെ എരിയും കാന്താരിയുടെ എരിയും ഇഞ്ചിയുടെ ആ ഒരു എരിയും മീൻ വറുത്തതിൻ്റെ എല്ലാം കൂടെ നല്ല എരിയൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ അറിയാതെ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഫുഡുകളിൽ വരുന്നൊരു സാധനമാണിത്. ഇതുപോലെ എന്നെപ്പോലെ പഴങ്കഞ്ഞി കൊതിച്ചുകളുണ്ട്. എത്രയൊക്കെ ഡയറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരാഴ്ച കറക്റ്റായിട്ട് ഡയറ്റ് എടുത്താലും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പഴങ്കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 പ്ലേറ്റ് പഴങ്കഞ്ഞി കഴിക്കും. അതാണ് എൻ്റെ കുഴപ്പം. എന്നെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അല്ലേ. ആഹാരമാണ് ഈ ഒരു ഇത്രയും ദിവസവും ഞാൻ കൺട്രോൾ ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പ്രൗഡ് തോന്നും. പക്ഷേ ഞാനത് ഒറ്റ നിമിഷം കൊണ്ട് തീർത്തിട്ടുണ്ട്. അങ്ങനെ വാടിച്ച് മൊത്തം നല്ല അടിപൊളിയായിട്ട് കുഴച്ച് കഴിച്ചിട്ടുണ്ട്. ഇത്രയും എരിവാണെങ്കിലും ഇങ്ങനെ വലിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ല സുഖം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി കാണാം ഇതുപോലെ നല്ല നല്ല ഫുഡായിട്ടും, അല്ലാതെ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റോ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ടൊക്കെ കാണാം. അപ്പോൾ ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുതേ. ടാറ്റാ.